ആകാശവാണി വാർത്താവീക്ഷണം. ലോക ഫുട്ബോൾ ദിനം തയ്യാറാക്കിയത് സനിൽ പി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യങ്ങൾ 193. രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫയിൽ അംഗങ്ങൾ 211. ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയ്ക്കുള്ള അംഗീകാരമായിട്ട് വേണം UN ലോക ഫുട്ബോൾ ദിനം ആചരിക്കുവാനെടുത്ത തീരുമാനത്തെ കാണാൻ. മെയ് 25 ഫുട്ബോൾ ദിനമായും മെയ് 21 മുതൽ 25 വരെ ഫുട്ബോൾ ആഴ്ചയായും ആഘോഷിക്കുവാൻ UN തീരുമാനിച്ചത് 2024 മെയ് 7-നാണ്. 1924 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നതിന്റെ ശതാബ്ദിയായിരുന്നു 2024 മെയ് 25-ന്. ഇത് മുൻനിർത്തിയായിരുന്നു UN തീരുമാനം. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യ ഫുട്ബോൾ മത്സരങ്ങൾ 1924 പാരീസ് ഒളിമ്പിക്സിൽ ആയിരുന്നത്രേ. പാരീസിൽ ആദ്യ മത്സരം നടന്നത് മെയ് 25-നും. രാജ്യാതിർത്തികൾക്കും ഭാഷകൾക്കും സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങൾക്കും അപ്പുറമാണ് ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയെന്ന് UN വിലയിരുത്തി. ലോകമെങ്ങും ഫുട്ബോളിനുള്ള സ്വീകാര്യത, ഒപ്പം വാണിജ്യം, സമാധാനം, നയതന്ത്രം എന്നീ മേഖലകളിലെല്ലാം ഫുട്ബോളിന്റെ ആവേശം കടന്നു ചെല്ലുന്നു. സഹകരണത്തിനുള്ള ഇടം ഫുട്ബോൾ ഒരുക്കുന്നെന്നും UN പ്രമേയം വ്യക്തമാക്കി. 2026 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾ 2023 സെപ്റ്റംബർ 7-ന് തുടങ്ങി 2026 മാർച്ച് 31-നാണ് അവസാനിച്ചത്. 6 കോൺഫെഡറേഷനുകളിൽ നിന്നായി 203 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ലോകകപ്പ് നടക്കുന്നതാകട്ടെ 3 രാജ്യങ്ങളിലായും. US-ന് പുറമെ മെക്സിക്കോയും കാനഡയും ആതിഥേയരായുണ്ട്. ഇതിനു മുൻപ് 2002 ജപ്പാനും ദക്ഷിണ കൊറിയയും സംയുക്ത ആതിഥേയരായിട്ടുണ്ട്. ഫുട്ബോൾ കളിയുടെ വ്യാപ്തിയും പ്രചാരവും അടിവരയിടുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. സാധാരണക്കാരുടെ വിനോദമായിട്ടാണ് ഫുട്ബോൾ കളി എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന കളിയെന്നും പറയാം. ഏറ്റവും അധികം ആളുകൾ കാണുന്ന കളിയും ഫുട്ബോൾ തന്നെ. യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ആവേശം ലോകമെങ്ങും എത്തുന്നു. നമ്മുടെ കേരളത്തിൽ പോലും യൂറോപ്യൻ ലീഗ് ഫുട്ബോളിനൊക്കെ എത്രയെത്ര ആരാധകരുണ്ട്. സന്തോഷ് ട്രോഫിയേക്കാൾ സ്വീകാര്യതയാണ് യൂറോപ്യൻ ഫുട്ബോളിന് കേരളത്തിൽ. ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണ് ക്യുറസോ. കരീബിയൻ ദ്വീപ് രാജ്യമായ ക്യുറസോയിലെ ജനസംഖ്യ 1.5 ലക്ഷം മാത്രം. വിസ്തീർണം 444 ചതുരശ്ര കിലോമീറ്ററും. മുൻ ഡച്ച് കോളനിയായ ഈ കൊച്ചു രാജ്യം യോഗ്യതാ റൌണ്ടിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഫൈനൽ റൌണ്ടിന് അർഹത നേടിയത്. ലോകകപ്പിന് യോഗ്യത നേടിയ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ രാജ്യമാണ് കേപ്പ് വെർദി. ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ കേപ്പ് വെർദിയിൽ ജനങ്ങൾ 5.25 ലക്ഷം മാത്രം. 2018 ലോകകപ്പ് കളിച്ച ഐസ്ലാൻഡാണ് കുറഞ്ഞ ജനസംഖ്യയിൽ റെക്കോർഡുടമകൾ. ഐസ്ലാൻഡിലെ ജനസംഖ്യ 3.5 ലക്ഷമായിരുന്നു. ഫുട്ബോളിന്റെ ചടുലതയും സൗന്ദര്യവും ഏറ്റുവാങ്ങിയ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ എത്രയോ ഉണ്ട്. മറുവശത്ത് ജനസംഖ്യയിൽ ലോകത്ത് 1ാമതും വിസ്തീർണത്തിൽ 7ാമതുമുള്ള ഇന്ത്യ ഇതുവരെ ലോകകപ്പ് കളിച്ചിട്ടുമില്ല. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 32-ൽ നിന്ന് 48 ആയിട്ടും ഇന്ത്യ യോഗ്യത നേടിയില്ല. ഇതിനകം 10 തവണ ലോകകപ്പ് യോഗ്യതാ റൌണ്ട് കളിച്ച ഇന്ത്യക്ക് ഇതുവരെ 2ാം റൌണ്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 1986-ലായിരുന്നു തുടക്കം. 5 തവണ യോഗ്യതാ മത്സരങ്ങളിൽ 2ാം റൌണ്ട് കളിച്ചു. അതുമാത്രമാണ് നേട്ടം. പക്ഷേ ഫുട്ബോളിൽ ഇന്ത്യയെ ഉറങ്ങുന്ന സിംഹം എന്നാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്തിനോ ഒരിക്കൽ വിശേഷിപ്പിച്ചത്. 2 തവണ ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ സ്വർണം നേടിയ ചരിത്രം നമുക്കുണ്ട്. 1948 മുതൽ 1960 വരെ ഒളിമ്പിക് ഫുട്ബോളിലും ഇന്ത്യ സാന്നിധ്യം അറിയിച്ചിരുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യ സെമി ഫൈനൽ കടന്നതാണ് ലോക ഫുട്ബോളിൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ മികച്ച പ്രകടനം. ചരിത്രം ഇങ്ങനെയെങ്കിലും ഫിഫ പ്രസിഡന്റ് പറഞ്ഞത് സത്യമാണ്. ഫുട്ബോൾ ഇന്നും ഇന്ത്യയിൽ ഏറെ ജനപ്രീതിയുള്ള വിനോദമാണ്. മികച്ച കളിക്കാരും ഇടയ്ക്കിടെ വളർന്നു വരാറുണ്ട്. പക്ഷെ ടീമായി തിളങ്ങാൻ കഴിയുന്നില്ല. പ്രൊഫഷണൽ ലീഗുകളിലൂടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉണർത്താൻ നടത്തിയതും നടക്കുന്നതുമായ ശ്രമങ്ങളും വിജയം കാണുന്നില്ല. ഫിഫ ലോക റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 141. ഫുട്ബോൾ ആധുനിക രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലാണ്. പക്ഷേ 2500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ പ്രചരിച്ചിരുന്ന സുചു എന്ന കളിക്ക് ഫുട്ബോളുമായി ഏറെ സാമ്യമുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ ശൈലിയിൽ കാലുകൾ ഉപയോഗിച്ചുള്ള തുകൽപന്ത് കളി എപ്പിസ്കിറോസ് എന്ന പേരിൽ പുരാതന ഗ്രീസിലും ഹെർപാസ്റ്റം എന്ന പേരിൽ റോമിലും പ്രചാരത്തിലുണ്ടായിരുന്നു. 12ാം ശതകത്തിലാണ് ഫുട്ബോൾ ഇംഗ്ലണ്ടിലെത്തിയത്. 1314-ൽ ലണ്ടനിൽ ഫുട്ബോൾ മത്സരം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എഡ്വേർഡ് 2ാമൻ രാജാവ് 1324-ൽ ഫുട്ബോൾ കളി നിരോധിച്ചു. തുടർന്ന് ഇംഗ്ലണ്ട് ഭരിച്ച 2 രാജാക്കന്മാർ കൂടി ഈ വിനോദത്തിനെതിരായിരുന്നു. പിന്നീട് രംഗം മാറി. പബ്ലിക് സ്കൂളുകളിൽ ഫുട്ബോൾ പ്രചരിച്ചു. 1857-ൽ രൂപവൽക്കരിച്ച ഷെഫീൽഡ് ക്ലബ് 1871-72-ൽ FA കപ്പ് സംഘടിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു. 1904 മെയ് 21-നാണ് പാരീസിൽ ഫിഫ രൂപമെടുത്തത്. 1908-ൽ ഫുട്ബോൾ ഒളിമ്പിക്സ് ഇനമായി.
1900-ൽ ഒളിമ്പിക്സിൽ ഫുട്ബോൾ പ്രദർശന ഇനമായിരുന്നു. ഒളിമ്പിക്സിൽ പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നതിനാൽ ലോകകപ്പ് എന്ന ആശയം ഉരുത്തിരിഞ്ഞു. 1928-ൽ ആംസ്റ്റർഡാമിൽ നടന്ന ഫിഫ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം 1930-ൽ പ്രഥമ ലോകകപ്പ് ഫുട്ബോൾ യുറുഗ്വേയിൽ നടത്തി. യുറുഗ്വേ തന്നെയായിരുന്നു പ്രഥമ ലോകകപ്പ് ജേതാക്കളും. അന്ന് ഫിഫയിൽ അംഗരാജ്യങ്ങൾ 55. ലോകകപ്പിൽ പങ്കെടുത്തത് 13 രാജ്യങ്ങൾ മാത്രം. ഏതാണ്ട് ഒരു നൂറ്റാണ്ടടുക്കുമ്പോൾ ലോകകപ്പ് ഫുട്ബോൾ പ്രചാരത്തിലും പങ്കാളിത്തത്തിലും 4 ഇരട്ടി വളർച്ച പ്രാപിച്ചു എന്ന് വ്യക്തം. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 48 ആയിരുന്നെങ്കിലും ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങുമെത്തും. സ്വന്തം രാജ്യം മത്സര രംഗത്തില്ലെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ട ടീമും ആരാധനാമൂർത്തികളായ കളിക്കാരും കാണും. ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേരും നമ്പരും കുറിച്ച് ജേഴ്സി അണിഞ്ഞ് നടക്കുന്ന കുട്ടികൾ ലോകകപ്പ് കാലഘട്ടത്തിലെ രസമുള്ള കാഴ്ചയാണ്. ഇഷ്ട ടീമിനായി ഫ്ലെക്സുകളുടെ കളിയാകും. കൂറ്റൻ ബോർഡുകളും നിറയും. ഫുട്ബോൾ ആവേശം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പടരും. കേരളത്തിനും പുതുതലമുറ ക്രിക്കറ്റിന് പിന്നാലെയാണെങ്കിലും ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. 1973-ൽ കേരളം ചരിത്രത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യന്മാരായപ്പോൾ സംസ്ഥാനമൊട്ടാകെ ആഘോഷിച്ചു. TV സംപ്രേഷണമില്ലാത്തൊരു കാലത്ത് റേഡിയോയിൽ ദൃസാക്ഷി വിവരണം കേട്ടാണ് കേരളം അന്ന് കലാശ പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ചത്. പിറ്റേന്ന് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചു. അത്തരമൊരു കാലം ഇനി ഉണ്ടാകില്ല. പക്ഷേ ലോകകപ്പും യൂറോ കപ്പും കോപ്പ അമേരിക്കയുമൊക്കെ മലയാളികളെ ഫുട്ബോൾ ആവേശത്തിലാക്കും. 2022-ലെ ഖത്തർ ലോകകപ്പ് വേളയിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അർജന്റീനയ്ക്കായി ഉയർത്തിയ കൂറ്റൻ ബോർഡ് അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഇക്കുറി ലോകകപ്പിലെ 104 മത്സരങ്ങളിൽ 14 എണ്ണം മാത്രമാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്ക് മുൻപ് തുടങ്ങുന്നത്. ഇക്കഴിഞ്ഞ മെയ് 19 ചൊവ്വാഴ്ച UN ജനറൽ അസംബ്ലിയിൽ ആവേശകരമായൊരു ഫുട്ബോൾ ദിനാഘോഷം നടത്തി. ബഹ്റൈനും ലിബിയയും താജിക്കിസ്ഥാനും മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ചടങ്ങിന് ഓസ്ട്രിയ, ജർമ്മനി, ഹംഗറി, ഇറ്റലി, പോർച്ചുഗൽ, റവാഡ എന്നീ രാജ്യങ്ങൾ പിന്തുണ നൽകി. ഐക്യം, യുവജനാധികാരം, ആഗോള ഐക്യദാർഢ്യം എന്നിവയിലൂന്നിയായിരുന്നു ആഘോഷം. UN ജനറൽ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തെത്തിയ അംബാസഡർമാരും ഒഫീഷ്യലുകളും അതത് രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞാണ് പങ്കെടുത്തത്. കുട്ടികൾ 2026 ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ട്രയോണ്ട ഫുട്ബോൾ തട്ടിക്കളിച്ചു. ഐക്യത്തിനുള്ള ഒരു എക്സ്ക്യൂസ് എന്നത്രേ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. അതെ, ഫുട്ബോൾ ദിനം ലോക സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഒക്കെ ദിനമാണ്. കാൽപന്തിന്റെ ലോകം കൂടുതൽ വിശാലമാകുകയാണ്. സ്വാതന്ത്ര്യ സമര പരമ്പരകളിൽ ബ്രിട്ടനെതിരായ ഇന്ത്യയുടെ ആദ്യ വിജയം ഫുട്ബോൾ കോർട്ടിലാണെന്നതും ഈ അവസരത്തിൽ ഓർക്കണം. 1911 ജൂലൈ 29-ന് യോർക്ക്ഷയർ ബ്രിട്ടീഷ് റെജിമെന്റ് ടീമിനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ IFA ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിച്ചത് അന്നായിരുന്നു. കളിക്കളത്തിൽ ബ്രിട്ടീഷ് ടീമിനെതിരെ ഒരു ഇന്ത്യൻ ടീമിന്റെ ആദ്യ വിജയമായിരുന്നത്. ബൂട്ടിട്ട് കളിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നഗ്നപാതരായി ഇറങ്ങിയാണ് മോഹൻ ബഗാൻ വിജയിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ വിജയമായി രാജ്യം ബഗാൻ വിജയം ഏറ്റുവാങ്ങി. ജൂലൈ 29 മോഹൻ ബഗാൻ ദിനമായി കൊണ്ടാടപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിയ ബംഗാളികളുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകരാൻ ബഗാന്റെ കിരീട നേട്ടത്തിനും സാധിച്ചു. സ്റ്റേഡിയത്തിന് പുറത്തും ഫുട്ബോൾ പ്രേമികൾ നിറഞ്ഞിരുന്നെന്ന് മാത്രമല്ല, ആ വിജയത്തിന്റെ അലയൊലികൾ രാജ്യമെങ്ങുമെത്തി. ഒത്തൊരുമയോടെ കളിച്ചാൽ ഏത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലും സൂര്യൻ അസ്തമിക്കുമെന്ന് തെളിയിച്ച വിജയം. ലോകകപ്പ് ഫുട്ബോൾ വർഷമായതിനാൽ ഈ വർഷത്തെ ഫുട്ബോൾ ദിനാഘോഷത്തിന് പ്രസക്തിയേറുന്നു. ഒരു വശത്ത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും US-ൽ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കാൻ ഇറാൻ എത്തുന്നു. 2 ഗ്രൂപ്പുകളിലാണെങ്കിലും പ്രാഥമിക റൗണ്ട് കടന്ന് ഇറാൻ US മത്സരത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തങ്ങളുടെ മത്സരങ്ങൾ മെക്സിക്കോയിലേക്ക് മാറ്റണമെന്ന് തുടക്കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫിഫ വഴങ്ങിയില്ല. ഇറാൻ പിൻവാങ്ങിയാൽ പകരം ഇറ്റലിയെ പങ്കെടുപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടില്ല. ഇവിടെ വിജയിച്ചത് ഫുട്ബോൾ എന്ന വിനോദമാണ്. ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചതിന് പിന്നാലെ 1991-ൽ ഹൈദരാബാദിൽ പ്രീ ഒളിമ്പിക് ഫുട്ബോൾ നടന്നു. കളത്തിന് പുറത്ത് ഇറാഖ് കുവൈറ്റ് താരങ്ങൾ കണ്ടുമുട്ടാതിരിക്കാൻ സംഘാടകർ ശ്രദ്ധിച്ചു. കളിക്കളത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല താനും. അതാണ് ഫുട്ബോൾ. പ്രാചീന ഒളിമ്പിക്സ് വേളയിൽ വിവിധ ഗോത്രങ്ങൾ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്ന പുരാതന കാലത്തിന്റെ തുടർച്ചയാണിതൊക്കെയും. അതുകൊണ്ട് തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അന്വർത്ഥമാകുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.